ശ്വേത ചേച്ചി, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം സ്പെഷ്യൽ ആണ്. ഇന്ന് മുതൽ ഇനി അങ്ങോട്ടേക്കുള്ള എപ്പിസോഡുകളും വളരെ സ്പെഷ്യൽ ആയിരിക്കും. കാരണം പുതിയൊരു ഫീൽ ഗുഡ് മൊമെന്റ് അല്ലെ, നമ്മുടെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറി, പ്ലേസ്മെന്റ്സ് മാറി, നമ്മളെല്ലാരും ഒരു വാശിയിലാണ് ഇനി മുന്നോട്ടേക്ക് പോകുന്നത്. അതും വെറും വാശിയല്ല, ഒരു ഫൺ എലമെന്റ് കോമഡി വാർ. ഭയങ്കര റിഫ്രഷിംഗ് ആണ് അല്ലെ, ചേഞ്ച് വന്നപ്പോ. അതെ അതെ, സീറ്റ് മാറിയപ്പോഴേ പുതിയ ആൾക്കാരുടെ കൂടെ ഒക്കെ ആയപ്പോ എനിക്കും ഉണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ പുതിയ മുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവരെ അറിയാൻ വേണ്ടി ചെറിയ രീതിയിൽ നമ്മൾ അവരെ ഒന്നൊരു ചെറിയ ടാസ്ക് ഒക്കെ കൊടുത്ത് കുഞ്ഞുപണിയൊക്കെ ചെയ്യിപ്പിച്ച് അല്ലെ. ഇന്ന് അടിക്കാൻ നമുക്ക് ആരെ വിളിക്കണം? നമുക്ക് ഒരു കാര്യം ചെയ്യാം. കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അവിടെ. എന്നാലും നമുക്ക് റൂമില് ശ്രീവിദ്യ അർജുനോടെ കയറ്റിട്ട് ശ്രീവിദ്യയുടെ കോമഡി കേൾപ്പിച്ചാലോ? അത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അതൊരു 2 മണിക്കൂർ ഇരുന്ന് കേക്കട്ടെ. എന്നെ 11 വർഷം മുന്നേ അറിയണ ആളാണ്. ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വന്നതാണ്. അതിനേക്കാളും വലിയ ശിക്ഷ പുള്ളി അർഹിക്കുന്നില്ല. അപ്പൊ ഓൾറെഡി ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇനി നിങ്ങൾക്കൊന്നും താഴ്ത്താൻ പറ്റൂല. അവനെയാണ് ഞാൻ പെരുമ്പാവൂരിന്ന് പുള്ളിനെ ഇറക്കിയത്. പെരുമ്പാവൂരിന്ന് ബംഗാളികൾ വരും, പക്ഷെ അർജുൻ ഗോപാൽ ഞാൻ വിളിച്ചാലേ വരത്തു. അത് പൊളിച്ചു. പക്ഷെ ഇവിടെ ഇപ്പോൾ അർജുൻ ഗോപാൽ ഞാൻ വിളിച്ചാലേ വരുള്ളൂ. ചേട്ടാ അങ്ങനെ ഏത് പെണ്ണ് വിളിച്ചാലും പോവും. നല്ലൊരു കൈ. നമ്മുടെ സെന്റർ സ്റ്റേജിലേക്ക് അർജുൻ ഗോപാൽ നടത്തത്തിലൊക്കെ ഒരു സ്റ്റൈൽ വന്നല്ലോ. അത് ഉളിക്കുന്ന സംഭവം നമ്മൾ എതിർ ടീം ആണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ ഒരു ആങ്കർ ആയതുകൊണ്ട് ഞാൻ നോക്കി കൂടി നിൽക്കാൻ പറയാൻ പറ്റില്ല. ബൈ പറഞ്ഞു. അതെ, നമ്മള് വടക്കേക്കരയുടെ പ്രതിനിധിയാണല്ലോ അർജുൻ. വേണമെങ്കിൽ ഇരട്ടി മധുരം പോലെ അർജുൻ പാട്ട് പാടുമ്പോൾ വേണമെങ്കിൽ ശ്രീവിദ്യ 2 സ്റ്റെപ്പ് വയ്ക്കാം. നന്നായിരിക്കും. എനിക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ ടീമിനാണ് ശ്രീവിദ്യ സ്റ്റെപ്പ് വയ്ക്കണം. വേറെ കാര്യമുണ്ട്, ശ്രീവിദ്യ ഡാൻസ് പഠിപ്പിച്ച മാസ്റ്ററാണ് ഈ ഇരിക്കുന്നത്. ശ്രീവിദ്യക്ക് സ്റ്റെപ്പ് കുറെ കാലില് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ശ്രീവിദ്യ കാലില് സ്റ്റെപ്പ് പറഞ്ഞു, കയ്യിൽ മാത്രമേ സ്റ്റെപ്പ് വരുന്നുള്ളൂ. അങ്ങനെ ശ്രീവിദ്യ ചെയ്ത പരിപാടി ഷോ തുടങ്ങാൻ സമയം വലിയ പാവാടയില്ലേ, അത് തള്ളവിരല് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന പാവാട ഇട്ടിട്ടേ കീലും പാട്ടൊക്കെ ഡാൻസ് രാത്രി നിർത്തി തയ്ച്ച് എന്നെ അന്ന് ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് തള്ളിവിട്ടിട്ട് ഇന്നാണ് കാണുന്നത്. സത്യമാണോ? സത്യമാണ്. കണ്ടോ, ആദ്യമായി ഒരു കേസ് തെളിയിച്ചേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, 5 കൊറിയോഗ്രാഫർമാരെ ഫീൽഡോട്ടാക്കിയ മഹതിയാണ് ഈ പേരും. ഇപ്പൊ എത്ര പേര് പണിക്കണമെന്നറിയാമോ? ശരി, നമ്മൾ സബ്ജക്റ്റിൽ നിന്നും മാറിപ്പോകുന്നു. തിരിച്ച് നമുക്ക് പാട്ടുകാരിലേക്ക്. എല്ലാ ഗേൾസിനും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി മ്യൂസിക്. മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്ര ലൈവായിട്ട് ഞാൻ മറ്റേ നമ്മള് റീൽസിൽ കേൾക്കുന്ന പോലെ അല്ല, ലൈവായിട്ട് കേൾക്കുമ്പോ ഭയങ്കര ഫീല്. ഇപ്പൊ തന്നെ എല്ലാവർക്കും അല്ല ഭർത്താവിന് ഐ ലവ് യു അയക്കാൻ തോന്നി. ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടൻ പാടിയത് മഞ്ഞു പോലെയാണെങ്കിൽ ചിലരുടെ നെഞ്ചത്ത് കല്ലായിരുന്നു. അത് തീർച്ചയായും ആള് ഒറ്റയ്ക്ക് അങ്ങ് ഈ മാമന്മാരുടെ ഒക്കെ കൂടെ ഒറ്റ ചെറുപ്പക്കാരനായിട്ട് നടക്കുകയായിരുന്നു. ഇന്ന് അതൊക്കെ പോയി. അല്ല, ശരിക്കും നമ്മുടെ കൂട്ടത്തിലെ പാടാൻ അറിയാവുന്ന ഒരാള് വന്നു. അതെ, വേറൊരു പ്രത്യേകത അറിയാമോ? അവർക്കിടയിൽ കഴിവുള്ള ഒരുത്തരെ കിട്ടി. സത്യം, അതാണ്. അവർക്കിടയിൽ അപ്പോഴും നിങ്ങളുടെ പ്ലാൻ ആണല്ലോ. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച് കോമഡി മാസ്റ്റേഴ്സിൽ എനിക്കൊരു പാർട്ടാവാൻ പറ്റിയതിൽ. അലീനയും പണ്ട് ഞാൻ ഒരുമിച്ച് ഒരു പരിപാടി ആങ്കർ ചെയ്തപ്പോ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ പറയും, എടാ നമ്മള് എന്നാ ഇനി ഒരുമിച്ച് ഇങ്ങനെ സ്റ്റേജ് ഷെയർ ചെയ്യാന്ന് ചോദിച്ചു. അല്ലെന്ന് അന്ന് നമ്മളങ്ങനെ പറഞ്ഞു. പിന്നീട് നമ്മളെപ്പോഴും സ്റ്റേജ് ഷെയർ ചെയ്യാന്ന്. ഇല്ലില്ല, അതാണ്. അപ്പൊ എന്തായാലും അളിയാ, ഈ കെയറിങ്ങും ഷെയറിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഉള്ള 2 വ്യക്തികളെ പറ്റി എനിക്ക് പറയണം. ഇന്നത്തെ മെയിനും ഇതി ബ്രൈറ്റ് എന്ന് പറയുന്ന പുതിയൊരു ടൈറ്റിലും കൂടെ ഇനി മുതൽ നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ പോവുകയാണ്. അതായത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിനും ഉണ്ടാവും. അതോടൊപ്പം തന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. അപ്പം 2 പേർക്കായിരിക്കും
ഇനി മുതൽ സ്ഥാനങ്ങൾ കിട്ടാൻ പോകുന്നു. 2 ടൈറ്റിൽ അല്ലേ? 2 ടൈറ്റിൽ. ഓക്കെ, അപ്പൊ എനിക്ക് അറിയാം ആർക്കാണ് ഈ 2 ടൈറ്റിൽ കൊടുക്കാൻ. സൂപ്പർ. ഞാൻ ഭയങ്കര ഇന്നത്തെ എപ്പിസോഡ് എല്ലാം കണ്ട് ഐ എം വെരി ഹാപ്പി. അപ്പൊ ഇന്നത്തെ 2 ടൈറ്റിലും ഞാൻ പറയാൻ പോവാണ്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ്, ഇന്നത്തെ മെയിൻ അർജുൻ. എന്റെ ഞെട്ടലായിരുന്നു. പക്ഷേ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഭയങ്കര കിടിലൻ ഒരു എന്താ പറയാ ഒരു കൗണ്ടർ അടിച്ചു. കൗണ്ടറിനോ? വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു കൊറിയോഗ്രാഫർ ബിക്കോസ് ഇന്ന് വരെ ശ്രീവിദ്യനെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ചേച്ചി ക്യൂട്ടി ദ ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഇന്നത്തെ മെയിൻ ആയ നമ്മുടെ നൽകുന്നത്. And Willy White the Bride goes to Mithun. Congratulations. ഭദ്ര സ്കൂൾ ഓഫ് ആർട്സ് മലപ്പുറം അല്ലെ, അതിന്റെ കൊറിയോഗ്രാഫർ ആണ് മിഥുൻ. ഇനിയും ഒരുപാട് സെലിബ്രിറ്റികളെ ഇതുപോലെ തന്നെ കൊറിയോഗ്രാഫി ചെയ്യാം, അതോടൊപ്പം തന്നെ ഫാഷൻ ഡിസൈനിങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു കൂട്ടുകാരനെയും കിട്ടി, പുതിയൊരു കൊറിയോഗ്രാഫറിനെയും കിട്ടി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുപോലെ പുത്തൻ കാഴ്ചകളുമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ ബൈ.